വയനാട്ടിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനയുടെ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ട സംഭവത്തിൽ വൻ പ്രതിഷേധം. മാനന്തവാടി നഗരത്തിലും മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് മുൻപിലും നാട്ടുകാർ തടിച്ചുകൂടി പ്രതിഷേധിക്കുകയാണ്. കൂടാതെ മാനന്തവാടി കോഴിക്കോട്, മാനന്തവാടി മൈസൂരു, മാനന്തവാടി തലശ്ശേരി റോഡുകൾ പ്രതിഷേധക്കാർ ഉപരോധിച്ചു. ഇതേ തുടർന്ന് വാഹന ഗതാഗതം പൂർണ്ണമായി സ്തംഭിച്ചു. വയനാട് ജില്ലാ കളക്ടറും CCFും DFOയും എത്താതെ കൊല്ലപ്പെട്ട അജീഷിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്താൻ അനുവദിക്കില്ലെന്നാണ് പ്രതിഷേധക്കാർ പറയുന്നത്. ഇന്ന് രാവിലെയാണ് മാനന്തവാടി പയ്യമ്പള്ളിയിലെ ജനവാസ കേന്ദ്രത്തിൽ ഇറങ്ങിയ കാട്ടാന ചലനഗത്തെ പനച്ചിയിൽ അനീഷിനെ ആക്രമിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ അജിയെ മാനന്തവാടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. സുഹൃത്തിന്റെ വീട്ടുമുറ്റത്ത് വെച്ചാണ് കാട്ടാന അജിയെ ആക്രമിച്ചത്. തൊഴിലാളികളെ വിളിക്കാൻ പോയ അജിക്ക് നേരെ കാട്ടാന പാഞ്ഞെടുക്കുകയായിരുന്നു. ഉടൻ തന്നെ അയൽവാസിയായ കണ്ടത്തിൽ ജോമോന്റെ വീടിന്റെ മതിൽ ചാടി അജി അടക്കമുള്ളവർ രക്ഷപ്പെടാൻ ശ്രമിച്ചു. ഇതിന് പിന്നാലെ മതിൽ തകർത്ത് മുറ്റത്തെത്തിയ ആന അജിയെ ആക്രമിക്കുകയായിരുന്നു. കർണാടകയിലെ റേഡിയോ കോളർ ഘടിപ്പിച്ച ആട്ടാനയാണ് ജനവാസ കേന്ദ്രത്തിൽ ഇറങ്ങിയത്. താന്നിക്കൽ മേഖലയിലാണ് ആനയുടെ സാന്നിധ്യം റേഡിയോ കോളർ സന്ദേശം വഴി ആദ്യം സ്വീകരിച്ചത്. നിലവിൽ മാനന്തവാടിക്കടുത്ത് രണ്ടേങ്ങാടി 54 ഭാഗത്തെ ജനവാസ മേഖലയിലാണ് കാട്ടാന ഉള്ളത്. റേഡിയോ കോളർ ഘടിപ്പിച്ച കാട്ടാനയുടെ സാന്നിധ്യം തുടരുന്ന സാഹചര്യത്തിൽ മാനന്തവാടി നഗരസഭയിലെ കുറുക്കൻമൂല, കുറുവ, കാടൻകൊല്ലി, പയ്യമ്പള്ളി ഡിവിഷനുകളിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു.